ഓക്കെ, അടുത്ത വാർത്ത എന്താ? നമ്മൾ കുറച്ച് നാളായിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് കുറുവാ സംഘം. ഓ, അപ്പം കുണ്ടന്നൂരിൽ പിടിയിലായത് കുറുവാ സംഘത്തിലെ മുഖ്യൻ. മണ്ണാഞ്ചേരിയിൽ മോഷണക്കേസിൽ എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് സാഹസികമായി പിടികൂടിയ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിൻ്റെ മുഖ്യനാണെന്ന് ആലപ്പുഴ പോലീസ് പറഞ്ഞു. 25 വയസ്സേ ഉള്ളൂ. തമിഴ്നാട് കാമാശിപുരം സ്വദേശിയായ ഇയാൾ ഉൾപ്പെടുന്ന 14 പേരുടെ തിരുട്ട് സംഘമാണ് സംസ്ഥാനത്ത് മോഷണത്തിന് എത്തിയിരിക്കുന്നത്. ഇയാൾക്കൊപ്പം പിടിയിലായ സുഹൃത്ത് മണികണ്ഠൻ കള്ളനല്ലെന്ന് പോലീസ് പറഞ്ഞു. മോഷണങ്ങൾക്ക് പിന്നിലാണെന്ന് സംബന്ധിച്ച സന്തോഷ് ഒപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 30ഓളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ശനിയാഴ്ച രാത്രിയിൽ കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. മണ്ണാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച സ്ഥലത്ത് ശനിയാഴ്ച രാത്രിയിൽ തന്നെ ഇയാൾ എത്തിച്ചിരുന്നു. തുടർന്ന് മോഷണ സമയത്ത് ഉപയോഗിച്ച അതേ വസ്ത്രം ധരിപ്പിച്ച് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. മോഷണത്തിന് ശേഷം കിട്ടിയ CCTV ദൃശ്യങ്ങളുമായി ഒത്തുനോക്കി. ഈ ദൃശ്യങ്ങളിലുള്ളത് ഒരു വ്യക്തി തന്നെയാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഇതും ചിത്രങ്ങളിലെ വ്യക്തമായതോടെ സന്തോഷ് തന്നെയാണ് കള്ളനെന്ന് സ്ഥിരീകരിച്ചു. അപ്പം പച്ച കുത്തിയതിലൂടെയാണ് അവർ കണ്ടെത്തിയത്. 14 പേരുടെ സംഘമാണ് കവർച്ചയ്ക്ക്. പകല് കുട്ടവഞ്ചിയിലെ മീൻപിടുത്തം, രാത്രിയിൽ അതാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. കുട്ടവഞ്ചിയിലൊക്കെ മീൻ പിടിക്കുമ്പം നമ്മള് ഉപജീവന മാർഗമാണല്ലോ എന്ന് നമ്മൾ കരുതും. പക്ഷെ രാത്രിയിൽ അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതാണ്, മോഷണം നടത്തുക. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. എന്തായാലും ഈ കുറുവാ സംഘത്തെ ഇങ്ങനെ ഉപദ്രവിക്കും അങ്ങനെയുള്ള രീതിയിലൊക്കെ വാർത്തകളും ഒരിടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ സന്തോഷം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതലുള്ള ആൾക്കാരെ ആള് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എന്നെ കൊന്നാലും ഞാൻ വെളിപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സന്തോഷം എന്തായാലും പറഞ്ഞിട്ടില്ല.